നമസ്കാരം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇരട്ടത്തിരുന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇരുട്ടത്തേക്ക് ഇറങ്ങിയത്. നമ്മുടെ ഭരണകർത്താക്കൾക്ക് ചെവി കേൾക്കാൻ കഴിയുന്നില്ല. അവർ പലതും കാണുന്നില്ല. ഇനി കേൾക്കാനും കാണാനും കഴിയാത്തത് ആരെങ്കിലും ചെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊട്ട് അനുവദിക്കുന്നുമില്ല. അതൊന്നും ചെയ്യാതെ തന്നെ അവർ ചില തീട്ടൂരങ്ങൾ ഇറക്കുന്നു. ആ തീട്ടൂരങ്ങൾക്കനുസരിച്ച് ജനം ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. അതാണ് നിലവിലുള്ളൊരവസ്ഥ. ഇവിടെ വയനാട്ടിൽ വലിയ ദുരന്തമാണ് കഴിഞ്ഞു പോയത്. അത് വയനാട്ടിൽ ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് പുത്തുമല, കവളപ്പാറ ഇവിടെയൊക്കെ വലിയ അപകടങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. ആ അപകടങ്ങൾ വലിയൊരു ഭാഗം അതിജീവിച്ചു. എന്നാൽ അതിജീവിക്കാൻ കഴിയാത്ത ഒരു സമൂഹം ഇപ്പോഴുമുണ്ട്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു. പിന്നെ രേഖകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അവർ ഇന്നും അന്യരായി നമ്മുടെ സമൂഹത്തിൽ തുടരുകയും ചെയ്യുന്നു. അവരവസ്ഥ ഇപ്പൊ ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രേഖകളാണ് വേണ്ടത്. അവർക്ക് ആധാർ വേണ്ടി വരും, ID കാർഡ് വേണ്ടി വരും, റേഷൻ കാർഡ് വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് രേഖകളും വേണ്ടി വരും. നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹം അങ്ങനെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എല്ലാം ചുവപ്പ് നാടകളിൽ കുരുങ്ങിയാണ് ഇരിക്കുന്നത്. ആ ചുവപ്പ് നാടകൾ അഴിക്കേണ്ട ഉദ്യോഗസ്ഥർ, അവർക്ക് കണ്ണും കാതും കരളും ഇല്ല. അവരുടെ ചെവികളും കണ്ണുകളും മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരാരും കേൾക്കുമെന്ന് കരുതാൻ വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി രേഖകൾ ഉണ്ടാക്കാനുള്ള പരക്കം പാച്ചിലായിരിക്കും. ഈ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട, കിടപ്പാടം നഷ്ടപ്പെട്ട, ഇതുവരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യം നഷ്ടപ്പെട്ട, തെരുവിലേക്ക് ഇറക്കപ്പെട്ട ഈ പാവങ്ങൾ. ഇനി മറ്റൊരു ദുരന്തം കൂടി അവരെ കാത്തിരിക്കുന്നുണ്ട്. അവരിൽ ചിലരൊക്കെ ലോൺ എടുത്ത് വീട് വെച്ചിട്ടുണ്ട്, കാർഷിക ലോൺ എടുത്തിട്ടുണ്ട്, മറ്റ് വിവിധ തരത്തിലുള്ള ലോണുകൾ, പണയങ്ങൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി 1-2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെയോ അതോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുതലാളിമാരുടെയോ ഒക്കെ സഹായം കൊണ്ട് അവർക്ക് 2-3-4 സെന്റ് എവിടെയെങ്കിലും കിട്ടുമായിരിക്കാം. അതിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം കൊണ്ട് ഏതെങ്കിലും ചെറിയ വീടുകളോ മറ്റോ ഉണ്ടാക്കുമായിരിക്കാം. ആയിരിക്കാം എന്നേ പറയാൻ പറ്റൂ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ ധാരാളമുണ്ട്. നടപ്പിലാവുമെന്നുണ്ടെങ്കിൽ തലചേക്കാൻ ഒരിടം കിട്ടുമായിരിക്കാം. പക്ഷെ ആ 2 വർഷവും കഴിയുമ്പോൾ, 2-3 വർഷം കഴിയുമ്പോൾ അവരെ തേടി വരുന്നത് ആത്മഹത്യയാണ്. കാരണം അതല്ലാതെ വേറെ മാർഗമില്ല. ഈ ബാങ്ക് ലോണുകൾ അവരുടെ മേലെ ഒരു വാളായി നിൽക്കും. ഇപ്പോൾ താൽക്കാലികമായി അവരുടെ സുരക്ഷിതത്വം നോക്കുന്ന സർക്കാർ അവർക്കൊരു ഭാവിയുണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. ജീവിതകാലത്ത് അവരുണ്ടാക്കിയ സമ്പത്തും അവരുടെ കുടുംബാദികളും ഒക്കെ നഷ്ടപ്പെട്ട അവർ ഈ സഹായം കൊണ്ട് പിച്ചവെച്ച് കയറി വരുമ്പോൾ ആ സഹായം പിടിച്ചു പറിക്കാൻ ബാങ്കുകൾ മുന്നോട്ട് വരും. അവർ വീണ്ടും തെരുവിലേക്ക് അടിച്ചിറക്കപ്പെടും. നമ്മുടെ സർക്കാർ ഈ പാവങ്ങളോട് ചെയ്യുന്നത് ശരിയായ നന്മയാണെന്നുണ്ടെങ്കിൽ, അവർ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് ഏത് എന്ന് നോക്കാൻ പാടില്ല. അവരുടെ ലോണുകൾ അസ്ഥിരപ്പെടുത്തണം. ആ ലോണുകൾ എഴുതി തള്ളണം. അതായിരിക്കും അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത്. കാരണം വളരെ കഷ്ടമാണ് അവരുടെ കാര്യം. ഒരു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാക്കടം പിരിച്ചെടുക്കലാണ് അവരുടെ പണി. മറ്റുള്ളവരുടെ ജീവിതം അവർക്ക് പ്രശ്നമല്ല, അവരുടെ ജീവൻ പ്രശ്നമല്ല, യാതൊന്നും പ്രശ്നമല്ല. സർക്കാരിനാകട്ടെ ആ സമയത്ത് അത് കാണാനൊട്ട മനസ്സും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് കൊടുക്കേണ്ട സഹായങ്ങൾ ഞങ്ങൾ അന്ന് തന്നെ കൊടുത്തു എന്നവർ പറയും. ഇനി എന്തെങ്കിലും സഹായം ചോദിച്ചു ചെന്നാൽ ഉദ്യോഗസ്ഥന്മാർ കണ്ണുരുട്ടും. നിലവിൽ കാണുന്നതാണ് നമ്മൾ. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇവിടെ ഒരു ഭരണ സംവിധാനം? എന്തിനാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം? ഈ കഷ്ടപ്പെടുന്ന ഈ സാധാരണക്കാരായ ഈ പാവങ്ങൾക്ക് സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കാനല്ലേ? മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ? അതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള വഴി തുറന്നു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാരും ഇത്തരത്തിലൊരു സംവിധാനവും? അവരെ കുരുക്കാൻ വേണ്ടിയിട്ടാണോ? നൂലാമാലകൾ പലതാണ്, നമുക്കറിയാം. ജപ്തി എന്നതിന് സർക്കാർ നിയന്ത്രണം വെച്ചതായി കഴിഞ്ഞ ദിവസം കണ്ടു. നല്ലത്, ഞാനതിനെ 100% പിന്തുണയ്ക്കുന്നു. പക്ഷെ അത് ആരും ലേലം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ലേലം പിടിച്ചതിന് ശേഷം മാത്രം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. നേരെ മറിച്ച് ആ ലേലത്തിന് വെക്കാതെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ സാധുക്കൾക്ക് തവണകളായി അടച്ചുകൊണ്ട് തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ല. അതായത് നിലവിൽ ഒരു നല്ല പദ്ധതിയാണ് അത് എന്ന് കുട്ടിഘോഷിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഇത്തരത്തിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങൾ അവരുടെ സ്ഥലം, നിങ്ങൾ കൊടുക്കുന്ന സ്ഥലം, മറ്റുള്ളവർ കൊടുക്കുന്ന സ്ഥലം ഒരു പക്ഷേ അവരുടെ പണം ഈടാക്കാൻ വേണ്ടി ബാങ്കുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ പാവങ്ങൾ പിന്നീട് എന്ത് ചെയ്യും? അവർ കയറെടുക്കും.
അതായത് ഇത്രയും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് അവർ കരകയറുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തമല്ലേ? ഈ സർക്കാരിന്റെ കാര്യത്തിലായാലും ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലായാലും അവരെ സഹായിച്ച മറ്റുള്ളവരുടെ കാര്യത്തിലായാലും. അപ്പോൾ അടിയന്തരമായി ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. ഒരു സ്ഥിര പരിഹാരം അവർക്ക് ലഭിക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റും അതുപോലെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും സഹായം കൊടുക്കുന്നവരും ഒക്കെ ചെയ്യേണ്ടത്. താൽക്കാലികമായി എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ട് ട്വിറ്ററിൽ ഒരു കുറിപ്പും കുറിച്ച് മീഡിയകളിൽ മൈക്കിന്റെ മുന്നിൽ 4 ഡയലോഗും അടിച്ച് അവർ പിരിഞ്ഞു പോകും. ഇവർ വീണ്ടും പഴയ കുരുടി കതകു തുറ എന്ന മട്ടിൽ കുമ്പിളിൽ കഞ്ഞിയും കുടിച്ച് കുഴിയും കുത്തി ഇരിക്കേണ്ടി വരും. ആ സാഹചര്യം പാടില്ല. അവർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ സമാധാനത്തോടെ ജീവിച്ചവരാണ്. അവർക്ക് വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ അവരും ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഈ നാട്ടിലെ സാധാരണക്കാരാണ്. അവർ തന്ന നികുതിയും ഈ മന്ത്രിമാരുടെയും ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവരെ ഇനിയും നികുതിദായകരായി അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്ന മുതലാളിമാരായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അത് കൃത്യമായി ഈ സർക്കാരും ഉദ്യോഗസ്ഥരും നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ കാലം തുടർന്നാൽ നിങ്ങളെ പിടിച്ചിറക്കി തെരുവിലിട്ട് ജനം തല്ലുന്ന ഒരു കാലവും വരും.